നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സസ്നേഹം സ്വാഗതം. കേരളത്തിലെ തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച സിനിമ ഏതാണ്? നിസ്സംശയം മറുപടി പറയാം. സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത, സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ നിന്ന് പിറന്നു വീണ ഏറ്റവും മനോഹര സിനിമയായ ഗോഡ് ഫാദർ. 417 ദിവസമാണ് ഈ ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ 405 ദിവസം ഈ ചിത്രം തുടർച്ചയായി ഓടി. എൻ എം പിള്ള എന്ന മഹാനാടകകാരനെ നായകനാക്കി, ഫിലോമിന ചേച്ചിയെ ഒരു പരിധിവരെ നായികയാക്കി, അഞ്ഞൂറാൻ്റെയും ആനപ്പാറ അച്ചാമ്മയുടെയും കഥ അതിമനോഹരമായ ശില്പഭദ്രതയോടെ പറഞ്ഞ് സിദ്ദിഖ് ലാൽ ഉണ്ടാക്കിയ ഈ മാജിക്കിന് ഏതാണ്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1991 നവംബർ മാസം 15-ാം തീയതിയാണ് ഈ ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു സത്യമുണ്ട്. താനും ലാലും ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച സിനിമയാണ് ഈ ചിത്രമെന്ന്. എല്ലാ പ്രേക്ഷകർക്കും ഗോഡ് ഫാദറിൻ്റെ തിരക്കഥയുടെ കഥയിലേക്ക് സസ്നേഹം ഒരിക്കൽ കൂടി സ്വാഗതം. റാംജി റാവു സ്പീക്കിംഗ്, ഇൻ ഹരിഹർ നഗർ എന്നീ സിനിമകൾക്ക് ശേഷം പുതിയൊരു സിനിമയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു സിദ്ദിഖും ലാലും. മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ മോഹൻലാലിനെ പറ്റിയ ഒരു കഥയില്ല. പലതരം കഥകളെക്കുറിച്ച് ഇവർ നിത്യജീവിതത്തിൽ ആലോചിക്കാറുണ്ട്. ഇതിൽ ചില കഥകളെ ചൗവായി മാറ്റിവെക്കും. ചൗ എന്ന വാക്കിന് സിദ്ദിഖ് പറയുന്ന ഒരർത്ഥമുണ്ട്. അതായത് ചവച്ചാൽ കൊള്ളാത്തത്. ചവച്ചാൽ കൊള്ളാത്ത കഥകളൊക്കെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് മാറ്റിവെക്കുകയാണ് പതിവ്. ചവയ്ക്കാൻ പറ്റുന്ന, ചവച്ചാൽ ദഹിക്കുന്ന കഥകൾ അവർ സിനിമയാക്കും. ഒരിക്കൽ ഒരു ചവച്ചാൽ പറ്റാത്ത ഒരു സാധനം ഇവർക്ക് കിട്ടി. അതായത് പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് നാം സ്ഥിരം സംസാരിക്കാറുണ്ടല്ലോ. പഴയ തറവാടുകളിൽ കല്യാണം കഴിക്കാൻ സാമ്പത്തികമായോ സാമൂഹികമായോ പിൻബലമില്ലാത്തത് കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന പെൺകുട്ടികൾ. ഇവരുടെ കഥകൾ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ പുര നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളുടെ കഥ എത്ര സിനിമയിൽ വന്നിട്ടുണ്ട്? സ്ഥിരമായി സിനിമ കാണുന്ന ശീലമുള്ള സിദ്ദിഖ് ലാലും ഒരു സിനിമയിലും പുര നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളുടെ കഥ കണ്ടിട്ടേയില്ല. പുര നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളുടെ കഥ സിനിമയാക്കണമെങ്കിൽ അതിൽ ചില കഥാപാത്രങ്ങൾ വേണം. അതിൽ പകയുടെ ഒരു അംശം വേണം. തമാശയുടെ വളരെ വലിയ ഒരു ക്യാൻവാസ് ഉണ്ടാവണം. അഞ്ഞൂറാൻ അതിശക്തിമാൻ, ആനപ്പാറ അച്ചാമ്മ ഒരു പൊട്ടിയായ അമ്മച്ചി. രണ്ടുപേരും ചേർന്ന് നിൽക്കുമ്പോൾ അതിലൂടെ കഥയെ വികസിപ്പിക്കുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം. അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ ആരവതരിപ്പിക്കും എന്ന ചിന്തയൊന്നും അവർക്കുണ്ടായില്ല. ആനപ്പാറ അച്ചാമ്മയെ ആരവതരിപ്പിച്ചാലും സാരമില്ല എന്നതായിരുന്നു മട്ട്. കഥയുടെ വികസനം, കഥയുടെ വികാസം ഏതാണ്ട് പൂർണ്ണ രൂപത്തിലേക്ക് മനസ്സിൽ കടക്കുമ്പോൾ ആലുവയിലെ ഒരു കുടുംബത്തിൽ നടന്ന സംഭവം സിദ്ദിഖിൻ്റെ മനസ്സിലേക്കെത്തി. സിദ്ദിഖിൻ്റെ സുഹൃത്താണ് ആലുവയിലെ ആ കുടുംബനാഥൻ. അവിടെ 2 കുടുംബങ്ങളുണ്ട്. പരസ്പരം പോരടിക്കുന്ന 2 കുടുംബങ്ങൾ. രണ്ടുപേരും തമ്മിൽ എന്നും കേസും വഴക്കുമാണ്. ഇവർ അടുത്ത ബന്ധുക്കളുമാണ്. പക്ഷേ കേസും വഴക്കും ചോരപ്പുഴ ഒഴുകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന കാലാവസ്ഥ. ഈ 2 കുടുംബങ്ങളുടെ കഥ കൂടി ആനപ്പാറ അച്ചാമ്മയെയും അഞ്ഞൂറാൻ്റെയും കഥകളിൽ കൂട്ടിയിണക്കപ്പെട്ടു. അങ്ങനെയാണ് ഗോഡ് ഫാദർ എന്ന സിനിമയുടെ പരിണാമ ബുദ്ധി. ഗോഡ് ഫാദർ എന്ന സിനിമ ആദ്യം ചവച്ചാൽ കിട്ടിയില്ലെങ്കിലും പിന്നീട് അതിമനോഹരമായ രീതിയിൽ കഥ വികസിക്കുകയായിരുന്നു. ഗോഡ് ഫാദറിൻ്റെ കഥ വികാസം പ്രാപിച്ചെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ അതിടിച്ചു നിന്നു. 4 മക്കളാണല്ലോ ഈ സിനിമയിലുള്ളത്. 4 പേരെയും 4 പ്രഗത്ഭരായ അഭിനേതാക്കളാണ് അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. ആദ്യത്തെയാൾ തിലകൻ, രണ്ടാമത്തെയാൾ ഇന്നസെൻ്റ്, മൂന്നാമത്തെയാൾ ഭീമൻ രഘു, നാലാമത്തെയാൾ മുകേഷ്. 4 പേരും ഒന്നിനൊന്ന് മികച്ച നടീനടന്മാർ. പക്ഷേ 4 മക്കളുടെയും സ്വഭാവം ഏതാണ്ട് സമാനം. ഇവിടെയാണ് സിദ്ദിഖും ലാലും ഈ ചിത്രത്തിലെ പ്രശ്നം കണ്ടെത്തിയത്. 4 പേർ സമാന സ്വഭാവമുള്ളവരായാൽ പിന്നെ എങ്ങനെയാണ് കഥ വികസിക്കുക? അങ്ങനെ അവർ എഴുത്ത് പെട്ടെന്ന് നിർത്തി. എന്നിട്ട് 4 പേർക്കും 4 വ്യക്തിത്വം കൊടുക്കാൻ തീരുമാനിച്ചു.
4 പേരും 4 രൂപത്തിലുള്ളയാൾ. മൂത്ത മകനായ തിലകൻ കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചയാൾ. രണ്ടാമത്തെ മകനായ ഇന്നസെൻ്റ് കല്യാണം കഴിച്ച ശേഷം കല്യാണം കഴിച്ചില്ല എന്ന് കള്ളം പറയുന്നയാൾ. മൂന്നാമത്തെയാൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പുറത്തു പറയുന്നയാൾ, എന്ന് അഭിനയിക്കുന്നയാൾ. നാലാമത്തെയാളായ മുകേഷ് കല്യാണം കഴിക്കണം എന്ന് ദൃഢമായ അഭിപ്രായമുള്ളയാൾ. ഇങ്ങനെ 4 സഹോദരന്മാർക്കും 4 തരം ഐഡൻറ്റിറ്റി കൊടുത്തതോടെ വീണ്ടും ഇടിച്ചു നിന്ന കഥ മുന്നോട്ട് പോകാൻ ആരംഭിച്ചു. അങ്ങനെ കഥയെഴുത്ത് അനസ്യൂതം മുന്നോട്ട് പോകുമ്പോൾ ഫാസിലിനെ സിദ്ദിഖ് ലാൽ മാർ കാണുകയാണ്. ഫാസിലിനോട് കഥയുടെ ഏകദേശ രൂപം പറഞ്ഞു. ഫാസിൽ ചോദിച്ചത് ആരാണ് ഇവരുടെ ശക്തിമാനായ പിതാവിനെ അവതരിപ്പിക്കുന്നതെന്ന്. ഒരു മറുപടിയും ഉണ്ടായില്ല. തിലകൻ്റെ അച്ഛൻ്റെ വേഷമാണ് അവതരിപ്പിക്കേണ്ടത്. തിലകൻ്റെ അച്ഛൻ എന്ന വേഷം അവതരിപ്പിക്കുമ്പോൾ അതൊരു സാധാരണ കഥാപാത്രം, സാധാരണ ഒരു നടനായാൽ പോരാ. ശാരീരികമായി ദുർബലനാണെങ്കിലും മാനസികമായി ശക്തിയുള്ള ആളായിരിക്കണം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടത്. എന്തു ചെയ്യും എന്ന് രൂപം കിട്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് സിദ്ദിഖിൻ്റെ മനസ്സിലേക്ക് വന്നത് NN പിള്ളയുടെ പേരാണ്. നാടകാചാര്യനായ NN പിള്ള, വിജയരാഘവൻ്റെ പിതാവ്. NN പിള്ളയെ പക്ഷേ ആര് ചെന്ന് കാണും? അവരുടെ ഗുരുനാഥനായ സിദ്ദിഖ് ലാലിൻ്റെ ഗുരുനാഥനായ ഫാസിലിനോട് തന്നെ അവർ അഭയം പ്രാപിക്കുകയാണ്. ഫാസിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. NN പിള്ളയെ നായകനായി, അതായത് അച്ഛൻ്റെ വേഷത്തിൽ അവതരിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, വളരെ നന്നായിരിക്കും. ശാരീരികമായി ദുർബലനാണെങ്കിലും മാനസികമായി ശക്തിമാനാണ് അദ്ദേഹം നാടകങ്ങളിലൂടെ ഉണ്ടാക്കിയ ഒരു വലിയ ഇമേജുണ്ട്. ആ ഇമേജ് നിങ്ങളെ ശരിയായും സഹായിക്കും. പക്ഷേ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് NN പിള്ളയെ അഭിനയം പഠിപ്പിക്കാൻ സാധിക്കില്ല. NN പിള്ള നിങ്ങളുടെ വഴിക്കായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ വഴിക്കായിരിക്കും അഭിനയിക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ദുർബലാവസ്ഥ. 2ഉം കണക്കിലെടുത്ത ശേഷം മാത്രം അദ്ദേഹത്തെ ഫിക്സ് ചെയ്താൽ മതിയെന്ന് ഫാസിൽ ഉപദേശിച്ചു. 2 ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം എറണാകുളത്തെ വീട്ടിലിരുന്ന് സിദ്ദിഖും ലാലും 2 ദിവസം സവിസ്തരം ആലോചിച്ച ശേഷം പാച്ചിക്കയെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഏതായാലും NN പിള്ള മതി ഈ ചിത്രത്തിലേക്ക് എന്ന്. ഫാസിലിന് പിന്നെ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. NN പിള്ളയാണെങ്കിൽ നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവർ വിജയരാഘവനെ കാണാൻ തീരുമാനിക്കുകയാണ്. വിജയരാഘവൻ്റെ അമ്മ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഒരു പ്രത്യേക സന്ദർഭത്തിൽ വിജയരാഘവൻ്റെ പിതാവായ NN പിള്ളയെ, അതും ഭാര്യ മരിച്ചിരിക്കുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാമോ എന്നെല്ലാം പോയി ചോദിച്ചാൽ എന്താണ് സംഭവിക്കുകയെന്ന് സിദ്ദിഖും ലാലിനും ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ വിജയരാഘവനെ വിളിക്കാൻ തീരുമാനിച്ചു. വിജയരാഘവനോട് കാര്യം പറഞ്ഞു. കഥയാദ്യം കോട്ടയത്തെത്തി കഥയെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ട് മതി അച്ഛനോട് സംസാരിക്കുന്നതെന്നും സിദ്ദിഖ് ലാൽമാർ ഉറപ്പ് കൊടുത്തു. അങ്ങനെ സിദ്ദിഖും ലാലും കോട്ടയത്തെത്തി വിജയരാഘവനെ കണ്ടു. വിജയരാഘവനോട് കഥ വിശദമായി പറഞ്ഞു. കഥ പൂർണ്ണമായി കേട്ട ശേഷം വിജയരാഘവൻ പറഞ്ഞ മറുപടി ഇതാണ്: ഇത് അച്ഛന് പറ്റിയ കഥയാണ്, പക്ഷേ അച്ഛൻ അഭിനയിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അമ്മയുടെ മരണത്തോടെ വളരെ നിരാശനായി മാറിയ അച്ഛൻ ഒരു മുറിയിൽ കയറി അടച്ചിരിപ്പാണ്. അച്ഛൻ ഈ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അച്ഛനത് ശാരീരികമായും മാനസികമായും ഗുണം ചെയ്യും. പക്ഷേ ഒരു തീരുമാനവും അദ്ദേഹത്തെ അടിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ഏതായാലും അച്ഛനോട് സംസാരിക്കൂ. എങ്കിലൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തരാൻ സിദ്ദിഖും ലാലും അദ്ദേഹത്തോട് വിജയരാഘവനോട് പറഞ്ഞു. തൽക്കാലം ഏതായാലും സാധ്യമല്ല എന്ന് വിജയരാഘവൻ പറഞ്ഞു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. സിദ്ദിഖിനും ലാലിനും മാനസികമായി വല്ലാത്ത ടെൻഷനും അനുഭവിക്കുന്നുണ്ട്. സ്വർഗചിത്ര അപ്പച്ചൻ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട് എന്തായി NN പിള്ളയുടെ കാര്യമെന്ന്. ബാക്കി നടീനടന്മാരെ എല്ലാം ഫിക്സ് ചെയ്തു. ഫിലോമിന ചേച്ചിയെ ആനപ്പാറ അച്ചാമ്മ എന്ന വേഷത്തിലേക്കും തീരുമാനിച്ചു. KPAC ലളിതയും സുകുമാരിയും ഒക്കെ ആലോചിച്ച ശേഷമാണ് ഫിലോമിന ചേച്ചി മതി ആനപ്പാറ അച്ചാമ്മ എന്ന് അഭിനയിക്കുന്നതെന്ന് തീരുമാനിക്കുകയായിരുന്നു. കാരണം ഫിലോമിന ചേച്ചി അക്കാലത്ത് വലിയൊരു നടിയൊന്നുമായിരുന്നില്ല. ചില തമാശ കഥാപാത്രങ്ങളായിരുന്നു അവർ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിരുന്നത്. തമാശയും ഏതാണ്ടൊരു പൊട്ടത്തരവും പറയുന്ന ഒരമ്മൂമ്മയുടെ റോളാണ് ഫിലോമിന ചേച്ചിക്ക് ഈ സിനിമയിലുള്ളത്. അതേതായാലും ഫിലോമിന നന്നായി അഭിനയിക്കും എന്ന കാര്യത്തിൽ സിദ്ദിഖും ലാലിനും സംശയമുണ്ടായിരുന്നില്ല. ഇങ്ങനെ NN പിള്ളയെക്കുറിച്ച് ആലോചിച്ച് ഉറക്കമേതുമില്ലാത്ത രാവുകളിൽ സംവിധായകരായ സിദ്ദിഖും ലാലും കടന്നു പോകുമ്പോൾ ഒരു ദിവസം രാവിലെ വിജയരാഘവൻ്റെ ഫോൺ വന്നു. എത്രയും വേഗം മുളശ്ശേരിയിലുള്ള വീട്ടിലെത്തണമെന്നായിരുന്നു വിജയരാഘവൻ്റെ കോൾ. അതനുസരിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ എറണാകുളത്തെ വീട്ടിൽ നിന്നും സിദ്ദിഖും ലാലും കോട്ടയത്തേക്ക് തിരിച്ചു. എറണാകുളം വിട്ട ഉടൻ അതിഭയങ്കരമായ മഴ.
ഭ്രാന്തമായി പെയ്യുന്ന മഴയെന്നൊക്കെ പറയാം. ഇവരുടെ വാഹനം ഒളശയിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് കാർ ഒഴുകിപ്പോകുന്ന അവസ്ഥ. പല സ്ഥലങ്ങളിലും ഭയങ്കരമായ വെള്ളക്കെട്ട്. കാർ കടന്നു വരുമ്പോൾ വെള്ളം നീങ്ങുമ്പോൾ ഇരുവശങ്ങളിലുമുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നു. നാട്ടുകാർ പല സ്ഥലത്തും ഇവരുടെ വാഹനം തടഞ്ഞു. ഇവർ വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ സിദ്ദിഖും ലാലുമാണെന്ന് മനസ്സിലാക്കി NN പിള്ളയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന ഇവരുടെ വാക്കും കേട്ട് നാട്ടുകാരുടെ സഹായത്തോടെ ഇവർ മുന്നോട്ട് നീങ്ങുകയാണ്. ഒളശയിലെ വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് ഉച്ച സമയമായി. NN പിള്ള വീടിൻ്റെ പൂമുഖത്തിരിപ്പുണ്ട്. അതിഭയങ്കരമായി ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം സിദ്ദിഖിനെയും ലാലിനെയും സ്വീകരിച്ചത്. ഇതെന്ത് തമാശ എന്നാലോചിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ, അതും പെരുമഴയത്ത് നനഞ്ഞാണ് വരവെന്ന് ഓർക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ എങ്ങനെ ഈ പെരുമഴയത്തെത്തി എന്നായിരുന്നു NN പിള്ളയുടെ ചോദ്യം. സാറിനെ കാണാതിരുന്നാൽ, പറഞ്ഞ ദിവസം വരാതിരുന്നാൽ സാറിന് ദേഷ്യം വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഈ പെരുമഴയത്ത് ഇവിടെ എത്തിയതെന്ന് സിദ്ദിഖും ലാലും പറഞ്ഞപ്പോൾ NN പിള്ള പൊട്ടി ചിരിച്ചു. ഏതായാലും അദ്ദേഹത്തിൻ്റെ മൂഡ് കൊള്ളാം. പിന്നെ വൈകിയില്ല. ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരി ഓമന ഇവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി. ഇവർക്കൊപ്പം NN പിള്ളയും ഭക്ഷണം കഴിച്ചു. പിന്നീട് കഥ കേൾക്കാനിരിക്കുകയാണ്. കഥയല്ല സിദ്ദിഖ് ലാലുമാർ വായിച്ചത്. ഇതിൽ സിദ്ദിഖാണ് കഥ വായിച്ചു തുടങ്ങിയത്. പകരം സിനിമയുടെ തിരക്കഥയായിരുന്നു. ഓരോ വെള്ള പേപ്പറിലായി വലിയ അക്ഷരങ്ങളിൽ തിരക്കഥയും ഡയലോഗും എഴുതിയിരിക്കുന്നു. അത് പലതരം ഷീറ്റുകളാക്കി മാറ്റി വച്ചാണ് വായന. ഒരു 10 പേപ്പർ മാറിയ ഉടൻ NN പിള്ള സിദ്ദിഖിനോട് പറഞ്ഞു, നിർത്ത്. സിദ്ദിഖ് നിർത്തി. 10 പേജ് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലയോ ദൈവമേ എന്നാലോചിക്കുമ്പോൾ NN പിള്ളയുടെ ഒരു ഉപദേശം, മേലിൽ ഇങ്ങനെ പേപ്പറിൽ തിരക്കഥ എഴുതരുത്. പിന്നെ എങ്ങനെ എഴുതണം എന്നായി പിള്ള സാറിനോട് സിദ്ദിഖ്. അദ്ദേഹം സഹോദരി ഓമനയെ വിളിച്ചു. തൻ്റെ നാടകങ്ങളുടെ സ്ക്രിപ്റ്റ് എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അകത്ത മുറിയിൽ നിന്നും ഓമന ചേച്ചി അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ സ്ക്രിപ്റ്റുമായി വരികയാണ്. ഓരോ നാടകങ്ങളും 3ഓ 4ഓ നോട്ട് ബുക്കിലായി അദ്ദേഹം എഴുതിയിരിക്കുന്നു. സിദ്ദിഖിന് അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തു. സിദ്ദിഖിന് തിരക്കഥ എഴുതുമ്പോൾ ഇതുപോലുള്ള വലിയ നോട്ട് പുസ്തകം വാങ്ങിച്ച് അതിനകത്ത് വേണം തിരക്കഥ എഴുതാൻ. അങ്ങനെ വന്നാൽ ഇതിൽ ഒരു പേപ്പർ പോലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഏതെങ്കിലും ഒരു ഡയലോഗോ ഏതെങ്കിലും ഒരു സന്ദർഭമോ പിന്നീട് ഉപയോഗിക്കേണ്ടി വന്നാൽ നോട്ട് പുസ്തകം റെഫർ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. സിദ്ദിഖിന് ആ ഉപദേശം ഒരുപാട് പ്രയോജനപ്പെട്ടു. പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ കാലം വരുന്നത് വരെ സിദ്ദിഖ് തിരക്കഥ എഴുതിയിരുന്നത് നോട്ട് പുസ്തകത്തിലാണ്. ഇത് NN പിള്ള സാറിൻ്റെ ഉപദേശത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. അങ്ങനെ കഥയുടെ ബാക്കി ഭാഗം വായന തുടങ്ങി. തിരക്കഥ ഏതാണ്ട് 2ഓ 3ഓ മണിക്കൂറെടുത്ത് തിരക്കഥ പൂർത്തിയാക്കുമ്പോൾ പിള്ള സാർ ഒന്ന് ചിരിച്ച ശേഷം ഒന്ന് കസേരയിൽ അമർന്നിരുന്നു. ചാരുകസേരയിലാണ് ഇരിപ്പ്. എന്നെ എന്തിനാ ഇങ്ങനൊരു വേഷത്തിൽ, 500 എന്ന വേഷത്തിൽ എന്നെ എന്തിനാ നിങ്ങൾ ആലോചിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. സിദ്ദിഖിന് വളരെ വ്യക്തമായൊരു മറുപടി ഉണ്ടായിരുന്നു. അങ്ങയെപ്പോലെ ഇത്രയും ശക്തിമത്തനായ ഒരു കഥാപാത്രത്തെ വേറൊരാളിനായി നമുക്ക് സിനിമയിൽ സങ്കല്പിക്കാൻ കിട്ടില്ല. ഇതിലെ 500 വേഷം മറ്റൊരാൾ ചെയ്ത നന്നാവുമോ എന്ന സംശയവും ഞങ്ങൾക്കുണ്ട്. അത് കേട്ട് NN പിള്ള സാർ വെറുതെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. മറുപടിയൊന്നും പറഞ്ഞില്ല. സിദ്ദിഖ് എഴുന്നേറ്റ് നിന്ന് ഏതാണ്ട് കരയുന്ന മനോഭാവത്തോടെ പിള്ള സാറിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ പിള്ള സാർ പറഞ്ഞു, ഏതായാലും പൊയ്ക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ മഴ ഏകദേശം മാറിക്കഴിഞ്ഞിരുന്നു. ആകാശം മേഘാവൃതമാണ്, എങ്കിലും അന്തരീക്ഷം പ്രസന്നമാണ്. അങ്ങനെ ഇവർ എറണാകുളത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. എറണാകുളം എത്തുന്നത് വരെയും സിദ്ദിഖും ലാലും പരസ്പരം മിണ്ടിയില്ല എന്നാണ് സത്യം. രണ്ടുപേരുടെയും മനസ്സിൽ വല്ലാത്ത ഒരു വിങ്ങൽ നിറഞ്ഞു നിന്നിരുന്നു. ഇതിനിടയിൽ സ്വർഗചിത്രാപ്പച്ചൻ്റെ കോൾ വന്നു. പിള്ള സാർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. പിള്ള സാർ ഒന്നും പറഞ്ഞില്ല എന്ന് സത്യം അവർ പറഞ്ഞു. എറണാകുളത്തെത്തി. പിറ്റേന്ന് രാവിലെ വിജയരാഘവൻ്റെ കോൾ. വിജയരാഘവൻ എന്ന് കണ്ട ഉടനെ ഞെട്ടലോടെയാണ് സിദ്ദിഖ് ഫോൺ എടുത്തത്. ഏതായാലും രക്ഷപ്പെട്ടു കേട്ടോ, അച്ഛൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു വിജയരാഘവൻ്റെ മറുപടി. ഇത്രയും സന്തോഷകരമായൊരു മുഹൂർത്തം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പിൽക്കാലത്ത് സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട്. 500 ഫിക്സ് ചെയ്തതോടുകൂടി ഗോഡ് ഫാദർ എന്ന സിനിമ 100 ദിവസം ഓടും എന്ന കാര്യം സിദ്ദിഖും ലാലും പരസ്പരം പങ്കുവച്ചു. അത്രയേറെ കോൺഫിഡൻസാണ്
എൻ എം പിള്ള സാറിനെ ഇതിലെ അഞ്ഞൂറാൻ എന്ന കഥാപാത്രം എൻ എം പിള്ള സാർ അവതരിപ്പിക്കും എന്നറിഞ്ഞപ്പോൾ ഇവർക്ക് ഉണ്ടായത്. ഉർവശിയെയാണ് ചിത്രത്തിൽ നായികയായി തീരുമാനിച്ചത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ ഉർവശിക്ക് അഭിനയിക്കാനെത്താനായില്ല. പകരം കനക കടന്നു വന്നു. കനകയുടെ ആദ്യ ചിത്രം തമിഴിൽ റിലീസ് ചെയ്ത സമയമായിരുന്നു അത് തമിഴിൽ സൂപ്പർ ഹിറ്റായിരുന്നു. കനകയുടെ ആദ്യ മലയാള ചിത്രമാണ് ഗോഡ് ഫാദർ. അതും മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി. നെടുമുടി വേണുവാണ് ഭീമൻ രഘു അഭിനയിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്നത്. ഔസേപ്പച്ചൻ്റെ ഒരു ചിത്രത്തിൽ അഭിനയിക്കേണ്ടി വന്നതുകൊണ്ടാണ് നെടുമുടി വേണുവിന് ഇതിൽ നിന്നും മാറേണ്ടി വന്നത്. പിൽക്കാലത്ത് അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി ഗോഡ് ഫാദർ മിസ് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഔസേപ്പച്ചൻ്റെ സിനിമയും വിജയകരമായിരുന്നു. എൻ എൻ പിള്ളയുടെ അഭിനയവും ഫിലോമിന ചേച്ചിയുടെ അഭിനയവും വളരെ ടെൻഷൻ അടിച്ചാണ് സംവിധായകരായി സിദ്ദിഖും ലാലും ചെയ്തത്. എൻ എം പിള്ള ശാരീരികമായി വളരെ തളർന്നിരിക്കുന്ന സമയമായിരുന്നു അത്. പക്ഷേ രണ്ടുപേർ പിടിച്ചാണ് അദ്ദേഹത്തെ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അഭിനയിച്ചു കഴിഞ്ഞാൽ ഉടൻ കസേരയിൽ കൊണ്ടിരുത്തും. എഴുന്നേറ്റ് നിന്നാലുടൻ എൻ എൻ പിള്ള വേറൊരാളാവും. ഡയലോഗ് പറയുന്നതെല്ലാം കൃത്യം. ചില ഡയലോഗുകൾ എഴുതിയിരിക്കുന്നത് പോലെ ആയിരിക്കില്ല അദ്ദേഹം പറയുന്നത്. നാടകത്തിൻ്റെ ചെറിയൊരു മേമ്പൊടിയും ചേർത്ത് അദ്ദേഹം അതങ്ങ് കാച്ചും. എൻ എൻ പിള്ള എഴുന്നേറ്റ് നിന്നാൽ ക്രൂവിലുള്ളവർക്കെല്ലാം സന്തോഷമാണ്. അവർ കൈയടിക്കും. അദ്ദേഹത്തിൻ്റെ അഭിനയ രീതിയെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണല്ലോ നല്ലത്. അഭിനയിച്ച ഷോട്ട് കഴിഞ്ഞാലുടൻ അദ്ദേഹം കസേരയിലേക്ക് മടങ്ങും. പിന്നെ കൂടുതൽ ദുർബലനായി, പഴയതിനേക്കാൾ ദുർബലനായി അദ്ദേഹം അങ്ങനെ കസേരയിൽ അമർന്നിരിക്കും. വല്ലാത്ത ടെൻഷനോടുകൂടിയാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത്. ഇടയ്ക്കെങ്ങാനും അദ്ദേഹത്തിന് അസുഖം വരരുതേ എന്ന് സിദ്ദിഖും ലാലുമാണ് ഏറ്റവും കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഡബ്ബിങ്ങിനിടയിലും ഇതേ പ്രതിസന്ധികൾ സിദ്ദിഖും ലാലും അനുഭവിച്ചു. എൻ എം പിള്ള സാറിൻ്റെ അനാരോഗ്യമായിരുന്നു പ്രശ്നം. ലാൽ കൺസോളിലിരിക്കുകയും സിദ്ദിഖ് എൻ എം പിള്ള സാറിൻ്റെ അടുത്തിരിക്കുകയും ചെയ്യും. ഡയലോഗ് പറയാൻ നേരം സിദ്ദിഖ് എൻ എം പിള്ള സാറിൻ്റെ ശരീരത്തിൽ ചെറുതായി ഒന്ന് സ്പർശിക്കും. പെട്ടെന്ന് അദ്ദേഹം ഡയലോഗുകൾ പറയും. ആ കൈ അങ്ങോട്ട് മാറ്റുമ്പോൾ ഡയലോഗുകൾ നിർത്തും. പിൽക്കാലത്ത് എൻ എം പിള്ള സാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് സിദ്ദിഖ് എന്ന പേരുള്ള ഒരു മകൻ കൂടിയുണ്ടെന്ന്. ഇതിനിടയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ, പിള്ള സാറിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ലാൽ കൺസോളിലിരുന്ന് വിളിച്ചു പറയും, സാറേ അത് തെറ്റി എന്ന് പറയുമ്പോൾ സിദ്ദിഖ് പറയും, തെറ്റിയതല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് സ്പർശിക്കാൻ താമസമുണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഡയലോഗ് മാറിയതെന്ന്. ഇതേ കാര്യവും പിള്ള സാർ പിന്നീട് അഭിമുഖത്തിൽ പറയുകയുണ്ടായി. തനിക്ക് ഡയലോഗ് പ്രസൻറ്റേഷനിൽ തെറ്റ് വരുമ്പോൾ തൻ്റെ തെറ്റിനെ സിദ്ദിഖ് സ്വയം ഏറ്റെടുത്തിരുന്നു എന്നാണ് പിള്ള സാർ പറഞ്ഞിട്ടുള്ളത്. അഞ്ഞൂറാൻ എന്ന പേര് സിദ്ദിഖിന് കിട്ടുന്നത് ശബ്ദധാരാവലിയിൽ നിന്നാണ്. സെൻറ് തോമസ് കേരളത്തിലെത്തി 500 കുടുംബങ്ങളെ ക്രിസ്ത്യാനികളാക്കി. ഈ 500 കുടുംബങ്ങളെ 500 എന്നാണ് ശബ്ദധാരാവലിയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നാണ് അഞ്ഞൂറാൻ എന്ന പേര് കിട്ടിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഷൂട്ടിങ്ങിനിടയിലായാലും തിരക്കഥയുടെ സമയത്തായാലും ഡബ്ബിങ്ങിനായാലും ചിത്രീകരണത്തിനിടയിലായാലും എല്ലാം വളരെയേറെ ടെൻഷനോടുകൂടിയാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത്. തിലകൻ ചേട്ടൻ സത്യനന്ദിക്കാൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കോഴിക്കോട് എല്ലാ രാത്രികളിലും പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നടീനടന്മാരുടെ അസൗകര്യവും ഷൂട്ടിംഗ് ലൊക്കേഷനുകളുടെ അസൗകര്യവും കൊണ്ട് ഒരുപാട് വിഷമം ഇവർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ടെൻഷനുമുള്ള മധുര പ്രതിഫലമായിരുന്നു ഈ ചിത്രത്തിൻ്റെ അസാമാന്യമായ കൊമേഴ്ഷ്യൽ വിജയം. ചിത്രത്തിൻ്റെ മികവിന് ചില സംസ്ഥാന പുരസ്കാരങ്ങളും ഈ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. ഗോഡ് ഫാദർ എന്ന സിനിമയുടെ തിരക്കഥയുടെ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നതുവരെ നമസ്കാരം.